Hello all, welcome to News in 360 Degree by Civils360 IAS Academy. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP-യുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കർബ് ചെയ്യാനായിട്ട് ലീഗലി ബൈൻഡിങ് ആയ ഒരു ട്രീറ്റി നേഷൻസ് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം ന്യൂസിലുണ്ടായിരുന്നു. സോ അതിന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇന്ത്യ ബീങ് എ ഡെവലപ്പിംഗ് കൺട്രി, ഇന്ത്യ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്താണ് എയ്ഡ്, ഫിനാൻഷ്യൽ എയ്ഡ് ഡെവലപ്ഡ് കൺട്രീസ് കൊടുക്കണം ഈ പ്ലാസ്റ്റിക് കോസ്റ്റ്സ് ഒക്കെ കർബ് ചെയ്യാനായിട്ട്. ഇത് ഇന്ത്യ ഈ ഇനിഷ്യൽ ഡിസ്കഷൻസ് നടക്കുന്നേ ഉള്ളൂ, അവിടെ ഇന്ത്യ മുന്നോട്ടേക്ക് വെച്ച സ്റ്റാൻഡാണ്. സോ ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റിന് നമുക്ക് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിന് പിന്നീട് സബ്സിക്വന്റ് ആയിട്ട് 18-ലും 21-ലും 22-ലും ലേറ്റസ്റ്റ് ആയിട്ട് 2024-ലും അമെന്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് ഇതിന്റെ കീ പ്രൊവിഷൻസ് എന്നുള്ളത് പ്രിലിംസ് പെർസ്പെക്ടീവിലും മെയിൻസ് പെർസ്പെക്ടീവിലും പ്ലാസ്റ്റിക് കർബ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ മെഷേഴ്സ് എടുത്തിട്ടുണ്ടെന്നുള്ളതും GS3 എൻവയോൺമെന്റ് പെർസ്പെക്ടീവിലും നമ്മൾ അറിയണം. സോ ഈ ബ്രോഡ് ഒബ്ജക്റ്റീവ്സ് പറയാനാണെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016-ലെ ബ്രോഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് നമ്മൾ ഈ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നതിന്റെ ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സിന്റെ ഒക്കെ മിനിമം തിക്നെസ് എത്രയായിരിക്കും എന്നുള്ളത് സ്റ്റിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ്. ഇനിഷ്യലി അത് 40 to 50 മൈക്രോൺസ് ആയിരുന്നു, പിന്നെ 50 to 75 ആക്കിയായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് 2022 തൊട്ട് 120 മൈക്രോൺസ് തിക്ക് ആയിരിക്കണം ഈ പറയുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. പിന്നെ മുനിസിപ്പൽ ഏരിയയിൽ മാത്രമല്ല റൂറൽ ഏരിയാസിലും ഈ പറയുന്ന റൂൾസ് ആപ്ലിക്കബിൾ ആക്കിയിട്ടുണ്ട്. റൂറൽ ഏരിയാസിൽ ഗ്രാമപഞ്ചായത്തിനാണ് അതിനുള്ള ചുമതല, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഗ്രാമപഞ്ചായത്ത് ആണ്. നമുക്ക് അറിയാം, പഞ്ചായത്തിൽ നിന്നായിരിക്കും നമുക്ക് വേസ്റ്റ് കളക്ട് ചെയ്യാനും മാസം ഇത്ര രൂപ വെച്ച് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പഞ്ചായത്തില് വേസ്റ്റ് കളക്ഷനും സെഗ്രിഗേഷനും വേണ്ടിയിട്ട്. പിന്നെ പ്രൊഡ്യൂസേഴ്സിനും ജനറേറ്റേഴ്സിനും ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രൊഡ്യൂസും ജനറേറ്റും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യാനും സെഗ്രിഗേറ്റ് ചെയ്യാനും പ്രോപ്പർലി ഡിസ്പോസ് ചെയ്യാനും ഒക്കെ. സോ ആ റെസ്പോൺസിബിലിറ്റീസും ഈ പറയുന്ന റൂൾസ് ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ടു ഇൻട്രൊഡ്യൂസ് എ കളക്ട് ബാക്ക് സിസ്റ്റം ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് by the producers or brand owners as per extended producers responsibility EPR, extended producers responsibility ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിന്റെ കീഴിലായിരുന്നു. പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിന്റെ കീഴിലല്ല, വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിന്റെ കീഴിലായിരുന്നു എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പ്രൊഡ്യൂസേഴ്സ് തന്നെ മെക്കാനിസംസ് സെറ്റപ്പ് ചെയ്യണം ടു കളക്ട് ദ വേസ്റ്റ് ആൻഡ് സെഗ്രിഗേറ്റ് ഇറ്റ്. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, ഉദാഹരണത്തിന് റോഡ് കൺസ്ട്രക്ഷൻ, പിന്നെ എനർജി പ്രൊഡക്ഷൻ, എനർജി റിക്കവറി, ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് എങ്ങനെ ഉപയോഗിക്കണം ഇതൊക്കെ ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട് ഈ റൂൾസിൽ. 2018 വന്ന അമെന്റ്മെന്റ് പ്രധാനമായിട്ട് അതിൽ ഉണ്ടായിരുന്നത് ഫേസ് ഔട്ട് ചെയ്യുക, മൾട്ടി ലെയർഡ് പ്ലാസ്റ്റിക്സിനെ ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം സെറ്റപ്പ് ചെയ്തു അണ്ടർ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, CPCB-യുടെ കീഴിൽ ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം സെറ്റപ്പ് ചെയ്തു. ഈ പ്രൊഡ്യൂസേഴ്സ്, ഇമ്പോർട്ടേഴ്സ് ആൻഡ് ബ്രാൻഡ് ഓണേഴ്സ് ഓഫ് പ്ലാസ്റ്റിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കും ഇമ്പോർട്ട് ചെയ്യുന്നവർക്കും ബ്രാൻഡ് ഓണേഴ്സിനും ഒക്കെ രജിസ്റ്റർ ചെയ്യണം CPCB-യുടെ കീഴിൽ. ആ സർട്ടിഫിക്കേഷന് ശേഷം മാത്രമാണ് അവർക്ക് പിന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ 2021-ലെ അമെന്റ്മെന്റ് അതില് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാൻ ചെയ്തു. പിന്നെ പ്ലാസ്റ്റിക് പാക്കേജിംഗ് വേസ്റ്റ്, ഇതുവരേക്കും പ്ലാസ്റ്റിക് പാക്കേജിംഗ് വേസ്റ്റ് കവേർഡ് ആയിരുന്നില്ല. ആൻഡ് അത് എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി വഴി പ്ലാസ്റ്റിക് പാക്കേജിംഗ് വേസ്റ്റും മാനേജ് ചെയ്യണം എന്നുള്ള അമെന്റ്മെന്റ് 2021 വന്നു. ആൻഡ് 2022 എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി പ്ലാസ്റ്റിക് പാക്കേജിന് വേണ്ടിയിട്ടും കൊണ്ടുവന്നു. പിന്നെ എന്താണ് എൻവയോൺമെന്റൽ കോമ്പൻസേഷൻ, ഈ പറയുന്ന പ്രൊഡ്യൂസർ എക്സ്റ്റൻഡഡ് EPR ഒന്നും പാലിക്കാത്തവർക്കെതിരെ എൻവയോൺമെന്റൽ കോമ്പൻസേഷൻ ഉണ്ടാകും. EPR ടാർഗറ്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് മീറ്റ് ചെയ്യണം എന്നുള്ളത് 2022-ലെ അമെന്റ്മെന്റ്സിൽ കൊണ്ടുവന്നു. 2024-ലെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്തു എന്നുള്ളതാണ്. മെറ്റീരിയൽസ് കേപ്പബിൾ ഓഫ് ഡീഗ്രഡേഷൻ ബൈ ബയോളജിക്കൽ പ്രോസസ്സസ് ഇൻ സ്പെസിഫിക് എൻവയോൺമെന്റ്സ് ലൈക്ക് സോയിൽ ആൻഡ് ലാൻഡ്ഫിൽ വിത്തൗട്ട് ലീവിങ് എനി മൈക്രോ പ്ലാസ്റ്റിക്സ്. ഈ ഒരു മൈക്രോ പ്ലാസ്റ്റിക്സ് എന്നുള്ളൊരു സ്കോപ്പ് കൊണ്ടുവന്നിട്ട് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ എക്സ്പാൻഡ് ചെയ്യുകയുണ്ടായി. മൈക്രോ പ്ലാസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ
Microplastics are defined as any solid plastic particle insoluble in water. വെള്ളത്തിൽ soluble അല്ല, with dimensions between 1 micron and 1000 microns. അതായത് ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 1 micron is equal to 1/1000 millimeter. 1 micron തൊട്ട് 1000 microns, അതായത് 1 micron തൊട്ട് 1 millimeter വരെ ഡയമീറ്റർ ഉള്ള പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് വാട്ടർ ബോഡീസിലൊക്കെ കയറിയിട്ട് വാട്ടർ ബോഡീസിൽ ഗംഗയിലൊക്കെ ഈ മൈക്രോ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ ഇഷ്യൂ ആണ്. സോ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സിന്റെ ഡെഫിനിഷനിൽ ഈ ബയോഡിഗ്രേഡബിളും ആണ്, പക്ഷേ ബയോളജിക്കൽ പ്രോസസ്സിൽ കൂടെ ഡീഗ്രേഡ് ആവുകയും ചെയ്യും. ആൻഡ് ഇറ്റ് വുഡൻ ലീവ് ബിഹൈൻഡ് എനി മൈക്രോ പ്ലാസ്റ്റിക്. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്സിനെയാണ് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് ആയിട്ട് 2024 ഡെഫിനിഷനിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മൈക്രോ പ്ലാസ്റ്റിക്സിനെ പറ്റിയിട്ട് ഒരു വാർണിംഗ് കൂടി ഉണ്ട്. അതായത് ഏത് കെമിക്കൽ ടെസ്റ്റ് ആണ് മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ ആബ്സെൻസ് ഒരു വാട്ടർ ബോഡിയിലോ എൻവയോൺമെന്റിലോ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ മൈക്രോ പ്ലാസ്റ്റിക്സ് എത്ര എക്സ്റ്റെന്റ് വരെ റെഡ്യൂസ് ചെയ്യണം സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് എലിമിനേറ്റഡ്. മൈക്രോപ്ലാസ്റ്റിക് ഫ്രീ ആണ് അല്ലെങ്കിൽ മൈക്രോപ്ലാസ്റ്റിക് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന് കൺസിഡർ ചെയ്യാൻ എത്ര എക്സ്റ്റെന്റോളം മൈക്രോപ്ലാസ്റ്റിക് പൊല്യൂഷൻ റെഡ്യൂസ് ആവണം എന്നുള്ള കാര്യത്തിലും പ്രത്യേകിച്ച് മെൻഷൻ ഒന്നുമില്ല. സോ ഇത് രണ്ടും ഒരു ഷോർട്ട് കമ്മിങ് പോലെയാണ്. പിന്നെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ദ ഡെഫിനിഷൻസ് ഓഫ് ഇമ്പോർട്ടർ, മാനുഫാക്ചറർ ആൻഡ് പ്രൊഡ്യൂസർ. ആരാണ് പ്ലാസ്റ്റിക്കിന്റെ ഇമ്പോർട്ടർ, മാനുഫാക്ചറർ, പ്രൊഡ്യൂസർ? ഇതിന്റെ ഡെഫിനിഷൻസ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരേക്കും എന്താണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവര്, പ്ലാസ്റ്റിക് പാക്കേജിംഗ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നവർ, അവരെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നവരൊക്കെയാണ് ഇമ്പോർട്ടർ എന്ന് പറഞ്ഞിരുന്നത്. സോ നൗ ഇമ്പോർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ആസ് സച്ച് ഇമ്പോർട്ട് ചെയ്യുന്നവർ മാത്രമല്ല, പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസും ഇന്റർമീഡിയറ്റ് മെറ്റീരിയൽസും ഇമ്പോർട്ട് ചെയ്യുന്നവരെയും പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സിന്റെ കൂട്ടത്തിൽ കണക്കാക്കപ്പെടും. പ്ലാസ്റ്റിക് ഇമ്പോർട്ടേഴ്സിന്റെ കൂട്ടത്തിൽ കണക്കാക്കപ്പെടും. ഇമ്പോർട്ടേഴ്സിന്റെ കാര്യമാണെങ്കിൽ മാനുഫാക്ചേഴ്സിന്റെ കാര്യം വരുമ്പോൾ പ്ലാസ്റ്റിക് റോ മെറ്റീരിയൽസും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ പ്ലാസ്റ്റിക് മാനുഫാക്ചർ ചെയ്യുന്നവരെ പ്ലാസ്റ്റിക് മാനുഫാക്ചറിന്റെ കൂട്ടത്തിൽ പറയും. പിന്നെ അഗൈൻ പ്രൊഡ്യൂസർ ഇന്റർമീഡിയറ്റ് മെറ്റീരിയൽസും റോ മെറ്റീരിയൽസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ ഫോർ യൂസ്ഡ് ഇൻ പ്ലാസ്റ്റിക് പാക്കേജിംഗ് ആൻഡ് കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ഫോർ ബ്രാൻഡ് ഓണേഴ്സ്. സോ എക്സ്പാൻഷൻസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇന്റർമീഡിയറ്റ് ആൻഡ് റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരെയും ഇമ്പോർട്ട് ചെയ്യുന്നവരെയും കൂടി ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ആംബിറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ manufacturers are allowed to produce carry bags and commodities from compostable or biodegradable plastics and must obtain a certificate from CPCB before marketing or selling their products. CPCB Central Pollution Control Board ന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് വേണം മാനുഫാക്ചേഴ്സ് ഈ പറയുന്ന ക്യാരി ബാഗ്സും കൊമോഡിറ്റീസും ഒക്കെ മാർക്കറ്റിൽ ഇറക്കി സെല് ചെയ്യാൻ. പിന്നെ നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ ആണ് പ്ലാസ്റ്റിക്സിന്റെ. സോ നമ്മുടെ പ്ലാസ്റ്റിക് യൂട്ടൻസിൽസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ, ബോട്ടിൽസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ അടിയിൽ ഈ പറയുന്ന സിമ്പിൾ ഉണ്ടാവും. സോ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം എന്നുള്ളതാണ്. സോ നമ്പർ 1 ഉള്ളത് പോളിഎഥിലീൻ ടെറഫ്തലേറ്റ് ആണ്, PET. സോ ഇറ്റ് ഈസ് ഈസി ടു റീസൈക്കിൾ. 2 HDPE ഹൈ ഡെൻസിറ്റി പോളിഎഥിലീൻ, ഈസി ടു റീസൈക്കിൾ ആണ്. PVC പോളിവിനൈൽ ക്ലോറൈഡ് പ്ലാസ്റ്റിക് പൈപ്സ് ഒക്കെ ഉള്ളത് ഹാർഡ് ടു റീസൈക്കിൾ ആണ്. LDPE ലോ ഡെൻസിറ്റി പോളിഎഥിലീൻ ക്യാൻ ബി റീസൈക്കിൾ, പക്ഷെ ഈസി ടു റീസൈക്കിൾ അല്ല, പക്ഷെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. പിന്നെ PP പോളിപൈറീൻ ആണെന്ന് തോന്നുന്നു, ഷുവർ അല്ല. സോ ഇറ്റ് ക്യാൻ ബി റീസൈക്കിൾഡ്. പിന്നെ PS എന്ന് പറയുന്നത് പോളിസ്റ്റൈറീൻ ആണ്, ഇറ്റ് ഇസ് ഹാർഡ് ടു റീസൈക്കിൾ. ആൻഡ് ബാക്കി ഇതിൽ ഈ 6 പെടാത്ത ബാക്കിയുള്ളതെല്ലാം ഇറ്റ് ഇസ് ഹാർഡ് ടു റീസൈക്കിൾ കാറ്റഗറി തന്നെയാണ് വരുന്നത്. സോ ഇത്രയുമാണ്, ഈ 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക്സിനെ. Nearly 2 lakh child marriages were prevented in a year. Child marriages regarding ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് വന്നിട്ടുള്ളതാണ്. യൂണിയൻ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പുതിയൊരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ചൈൽഡ് മാരേജ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ന്യൂസ് ആണ്. സോ മിനിസ്റ്റർ പുറത്തുവിട്ട ഡേറ്റ പ്രകാരം നമുക്കൊരു നിയമമുണ്ട്, പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006 വന്നൊരു നിയമമാണ്. ആ നിയമം വന്നതിന് ശേഷം 2019-നും 2021-നും ഇടയ്ക്ക്
അതായത് ഈ ഒരു 2-3 വർഷ കാലയളവ് 2019 തൊട്ട് 2021 ചൈൽഡ് മാരേജിന്റെ റേറ്റ്സ് എന്ന് പറയുന്നത് പകുതി ആയിട്ടുണ്ട് ഇന്ത്യയിൽ. ഇറ്റ് ഇസ് ഹാഫ് ഫ്രം 47.4% ടു 23.3%. ഇത്രയുമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും സ്റ്റാറ്റ്സ് പ്രകാരം 1 in 5 ഗേൾസ് ഇൻ ഇന്ത്യ ആർ മാരീഡ് ബിഫോർ റീച്ചിങ് ദ ലീഗൽ ഏജ് ഓഫ് 18. 18 വയസ്സാവുന്നതിന് മുന്നേ ഇപ്പോഴും 1 in 5 ഗേൾസ് ഇൻ ഇന്ത്യ ആർ മാരീഡ്. പിന്നെ ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്ന ക്യാമ്പയിന്റെ പേര് ബാൽ വിവാഹ് മുക്ത് ഭാരത് അഭിയാൻ, ചൈൽഡ് മാരേജ് ഫ്രീ ഇന്ത്യ ക്യാമ്പയിൻ. സോ ഇതിന്റെ കീഴിൽ എടുക്കുന്ന ഇനിഷ്യേറ്റീവ്സ് ഒന്ന്, ഒരു ചൈൽഡ് മാരേജ് ഫ്രീ ഭാരത് എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അവയർനെസ് റേസ് ചെയ്യുക, ക്രൈം റിപ്പോർട്ട് ചെയ്യുക, ഇതിന്റെ പ്രോഗ്രാമിന്റെ ഇംപ്ലിമെന്റേഷന്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക, ഇതൊക്കെയാണ് പോർട്ടലിന്റെ ഉദ്ദേശം. പിന്നെ ഈ ക്യാമ്പയിൻ പെർട്ടിക്കുലർലി ഫോക്കസ് ചെയ്യുന്നത് 7 ഹൈ ബർഡൻ സ്റ്റേറ്റ്സ് ആണ്. ഈ 7 സ്റ്റേറ്റ്സിലാണ് കൂടുതൽ പ്രിവലൻസ് ഓഫ് ചൈൽഡ് മാരേജ് ഉള്ളത്. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ത്രിപുര, അസാം ആൻഡ് ആന്ധ്രാപ്രദേശ്. പിന്നെ അതുകൂടാണ്ട് അക്രോസ് ഇന്ത്യ ഒരു 300 ഹൈ ബർഡൻ ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഈ പറയുന്ന ഹൈ ബർഡൻ ഡിസ്ട്രിക്ട്സിൽ നാഷണൽ ആവറേജിനെക്കാട്ടിലും കൂടുതലാണ് ചൈൽഡ് മാരേജിന്റെ പ്രിഫറൻസ്. സോ ഈ 7 ഹൈ ബർഡൻ സ്റ്റേറ്റ്സും ഈ 300 ഹൈ ബർഡൻ ഡിസ്ട്രിക്ട്സും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ക്യാമ്പയിൻ മെയിൻലി പ്രവർത്തിക്കാൻ പോകുന്നത്. പിന്നെ എല്ലാ സ്റ്റേറ്റിനെയും യൂണിയൻ ടെറിട്ടറീസിനെയും ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് 2029 ആവുമ്പോൾ ചൈൽഡ് മാരേജ് റേറ്റ്സ് 5% താഴെയാക്കാനുള്ള ടാർഗറ്റ് ആണ് മിനിസ്ട്രി കൊടുത്തിട്ടുള്ളത് സ്റ്റേറ്റ്സിനും യൂണിയൻ ടെറിട്ടറീസിനും. ഇതൊക്കെയാണ് ഈ ക്യാമ്പയിന്റെ ബ്രോഡ് ഒബ്ജക്റ്റീവ്സ്. പിന്നെ സുപ്രീം കോർട്ട് സീക്സ് ബാലൻസ് ബിറ്റ്വീൻ ബെയിൽ ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് അക്യൂസ്ഡ് ടു ടൈംലി ട്രയൽ. സോ ബെയിൽ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരുന്നുണ്ട്. ബെയിൽ സുപ്രീം കോടതിയുടെ ഒരു ജനറലി ഉള്ള നിലപാടെന്ന് പറഞ്ഞാല് ബെയിൽ ഇസ് ദ നോം, ജയിൽ ഇസ് ദി എക്സെപ്ഷൻ എന്നുള്ളതാണ്. സോ ഇന്ത്യയിൽ എന്തൊക്കെ തരം ബെയിൽ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഫോംസ് ഓഫ് ബെയിൽ ഇൻ ഇന്ത്യ. ഒന്ന്, റെഗുലർ ബെയിൽ, അതായത് ഓൾറെഡി അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിലുള്ള ഒരാൾക്ക് കോടതി അനുവദിച്ചു കൊടുക്കുന്ന ബെയിലിനെ റെഗുലർ ബെയിൽ എന്നാണ് പറയുക. പിന്നെ ആന്റിസിപ്പേറ്ററി ബെയിൽ ഉണ്ട്. ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയുമ്പോൾ മുൻകൂർ ജാമ്യം, നമ്മൾ അറസ്റ്റ് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ ബെയിൽ എടുക്കുന്നതിനാണ്. പ്രിക്കോഷണറി ബെയിൽ ആണ് ഗ്രാൻഡഡ് ബിഫോർ അറസ്റ്റ് ഫോർ എ നോൺ ബെയിലബിൾ ഒഫൻസ്. ഒഫൻസ് നോൺ ബെയിലബിൾ ആണെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുന്നേ നമുക്ക് ബെയിൽ സീക്ക് ചെയ്യാം, വിച്ച് ഇസ് ആന്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യം. അതുകൂടാണ്ട് ഇന്ററിം ബെയിൽ ഉണ്ട്, ഇടക്കാല ജാമ്യം ഉണ്ട്. ദിസ് ഇസ് എ ടെമ്പററി ബെയിൽ, അതായത് നമ്മൾ ആന്റിസിപ്പേറ്ററി ബെയിലോ റെഗുലർ ബെയിലോ അപ്ലൈ ചെയ്ത് ഹിയറിംഗിന് മുന്നേ നമുക്ക് ഇന്ററിം ആയിട്ട് ഇടക്കാല ആശ്വാസത്തിന് വേണ്ടി നൽകുന്ന ഒരു ബെയിലാണ് ഇന്ററിം ബെയിൽ. ഇത് കൂടാണ്ട് ഡിഫോൾട്ട് ബെയിൽ ഉണ്ട്. സോ ഡിഫോൾട്ട് ബെയിലും റെഗുലർ ബെയിലും നമ്മൾ തിരിഞ്ഞു പോകരുത്. ഡിഫോൾട്ട് ബെയിൽ എന്ന് പറയുന്നത്, ഡിഫോൾട്ട് ബെയിലിനെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്നും പറയും. ഡിഫോൾട്ട് ബെയിൽ ഇസ് ഓൾസോ നോൺ ആസ് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ. അതായത് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം പറഞ്ഞിട്ടുള്ള സമയത്തിനുള്ളിൽ പോലീസ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ബെയിൽ കിട്ടും, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പറഞ്ഞിട്ടുള്ള. സോ ഡിഫോൾട്ട് ബെയിൽ ഇസ് ഗ്രാൻഡഡ് വെൻ ദ പോലീസ് ഫെയിൽ ടു ഫയൽ എ ചാർജ് ഷീറ്റ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് പീരിയഡ്സ്. അതായത് 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഈ പറയുന്ന ചാർജ് ഷീറ്റ് സമർപ്പിക്കേണ്ട സമയം എന്ന് പറയുന്നത് 60 ദിവസമാണ്. 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടിയേക്കാവുന്നതോ ലൈഫ് ഇംപ്രിസൺമെന്റോ അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി വരെ കിട്ടിയേക്കാവുന്ന ഒഫൻസസ് ആണെങ്കിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കേണ്ടത് 90 ഡേയ്സിനുള്ളിലാണ്. സോ ഈ സമയത്തിനുള്ളിൽ പോലീസ് ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഡിഫോൾട്ട് ബെയിൽ ആണ് കിട്ടുക, വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ. പിന്നെ ഇന്ത്യൻ ആർമി പുതിയ ഡ്രോൺസ് ഈസ്റ്റേൺ സെക്ടറിൽ യൂസ് ചെയ്യാനായിട്ട് പുതിയ ഡ്രോൺസ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു സംഭവമാണ്. സോ സബൽ 20 ലോജിസ്റ്റിക് ഡ്രോൺസ് എന്നാണ് അതിന്റെ പേര്. സബൽ 20. ദീസ് ആർ ഇലക്ട്രിക് അൺമാൻഡ് ഹെലികോപ്റ്റേഴ്സ്. ദീസ് ആർ ബേസ്ഡ് ഓൺ വേരിയബിൾ പിച്ച് ടെക്നോളജി. ഇതിന്റെ ഒരു കപ്പാസിറ്റി, പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 20 കിലോ വരെ പേലോഡ് കപ്പാസിറ്റി ഉണ്ട് ഇതിന്. പിന്നെ ലോങ് റേഞ്ച് ഡെലിവറി സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇതിന്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് മിഷൻസിന് ഇത് സൂട്ടബിൾ ആണ്. പിന്നെ അഡ്വാൻസ് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ടെക്നോളജി ഇതിലുണ്ട്. പിന്നെ ലോ റൊട്ടേഷൻസ് പെർ മിനിറ്റ്, ലോ RPM ആയതുകൊണ്ട് തന്നെ നോയ്സ് മിനിമൈസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്റ്റെൽതി ആയിട്ടുള്ള ഓപ്പറേഷൻസിനും മിഷനും ഒക്കെ ഇത് സൂട്ടബിൾ ആണ്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള 2 ന്യൂസ് ആണ്. ICC ചീഫ് പ്രോസിക്യൂട്ടർ മ്യാൻമാർ മിലിറ്ററി ചീഫിനെതിരെ
അറസ്റ്റ് വാറന്റ് സീക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ആണ് ഒന്ന്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് മ്യാൻമാറിൽ ഒരു എത്നിക് ക്ലെൻസിങ് ഈ ആർമിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു എഗൻസ്റ്റ് റോഹിംഗ്യൻ എത്നിക് മൈനോറിറ്റീസ്. റോഹിംഗ്യൻ മുസ്ലിംസിനെതിരെ മ്യാൻമാർ ആർമിയുടെ നേതൃത്വത്തിൽ ഒരു ക്ലെൻസിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദേ ഹാഡ് ടു ഫ്ലീ, ഒരു ജനസൈഡ് എന്ന് തന്നെ പറയാം. ദേ ഹാഡ് ടു ഫ്ലീ മ്യാൻമാറിൽ അവർ ബാംഗ്ലാദേശിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ റെഫ്യൂജീസ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ICC ചീഫ് വാറണ്ട് പുറപ്പെടുവിക്കണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നെതന്യാഹുവിന്റെ കാര്യത്തിലും ICC അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരുന്നു. സോ ICC ആൻഡ് ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടും എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ UN ചാർട്ടർ പ്രകാരം 1945 നിലവിൽ വന്ന UN ഒരു പ്രിൻസിപ്പൽ ഓർഗൻ ആണ് ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഹെഡ് ക്വാർട്ടേഴ്സ് നെതർലൻഡ്സിലെ ഹേഗിലാണ്. ഈ ICJ മാത്രമാണ് ന്യൂയോർക്കിന് പുറത്ത് ഹെഡ് ക്വാർട്ടേർഡ് ആയിട്ടുള്ള UN പ്രിൻസിപ്പൽ ഓർഗൻ. ബാക്കി 5 പ്രിൻസിപ്പൽ ഓർഗൻസും ന്യൂയോർക്കിൽ തന്നെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇറ്റ്സ് ദ പ്രിൻസിപ്പൽ ജുഡീഷ്യൽ ഓർഗൻ ഓഫ് UN ആൻഡ് ഇറ്റ് ഇസ് എ സിവിൽ കോർട്ട്. സിവിൽ ഡിസ്പ്യൂട്ട്സ് ഡീൽ ചെയ്യുന്ന ഒരു സിവിൽ കോർട്ടാണ്. എല്ലാ പെർമനന്റ് യുണൈറ്റഡ് നേഷൻ മെമ്പേഴ്സും ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ICJ പാർട്ടിയാണ്. ആൻഡ് ഇറ്റ് ഹാൻഡിൽസ് ദ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് ക്യാൻ ഡിറ്റർമിൻ ഇഫ് എ സ്റ്റേറ്റ് ഹാസ് ബ്രീച്ച്ഡ് ഇന്റർനാഷണൽ ലോ. സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് ആണ് ICJ ഹാൻഡിൽ ചെയ്യുന്നത്, വ്യക്തികളല്ല. സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് കേസസ് are heard only with the consent of disputing parties. Disputing parties-ന്റെ കൺസെന്റോട് കൂടി മാത്രമേ കേസുകൾ കേൾക്കാറുള്ളൂ. പിന്നെ ഡിസിഷൻസ് ബൈൻഡിങ് ആണ്, ബൈൻഡിങ് ഡിസിഷൻസ് ആണ്. പക്ഷെ എൻഫോഴ്സ് ചെയ്യാൻ കാര്യമായിട്ടുള്ള മെക്കാനിസംസോ പവറോ ICJക്ക് ഇല്ല. ബൈൻഡിങ് ഡിസിഷൻസ് പുറപ്പെടുവിക്കാന്നല്ലാണ്ട് അത് എൻഫോഴ്സ് ചെയ്യാനുള്ള പവർ ഇല്ല. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പക്ഷെ ഹെഡ് ക്വാർട്ടേഴ്സ് ICJയുടെ പോലെ തന്നെ ഹേഗിൽ തന്നെയാണ്, നെതർലൻഡ്സിൽ തന്നെയാണ്. പക്ഷേ ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ UN ബോഡി ആസ് സച്ച്. UN പ്രിൻസിപ്പൽ ജുഡീഷ്യൽ ഓർഗൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ ആണ്. ഇത് റോം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ പ്രകാരം 2021 നിലവിൽ വന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ആൻഡ് ദിസ് ഇസ് നോട്ട് എ സിവിൽ കോർട്ട്, ഇറ്റ്സ് എ ക്രിമിനൽ കോർട്ട്. ഇതൊരു ഇൻഡിപെൻഡന്റ് കോർട്ടാണ് ആൻഡ് ഇറ്റ് പ്രോസിക്യൂട്ട്സ് ഇൻഡിവിജ്വൽസ്. നേരത്തെ സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് ആയിരുന്നു ICJ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ദിസ് പെർട്ടിക്കുലർ organization ICC, it prosecutes individuals for serious international crimes. ഇപ്പൊ മ്യാൻമാർ ചീഫ് അത് ഇൻഡിവിജ്വൽ ആണ്, ഇന്റർനാഷണൽ ക്രൈം എന്ന് പറയുന്നത് ജനസൈഡ് ആണ്. സോ അതിനുവേണ്ടി പ്രോസിക്യൂട്ട്സ് ഇൻഡിവിജ്വൽസ്. ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. യൂഷ്വലി ഈ റോം സ്റ്റാറ്റ്യൂട്ടിലെ പാർട്ടി ആയിട്ടുള്ള മെമ്പർ സ്റ്റേറ്റ്സിൽ ഇൻഡിവിജ്വൽസ് കമ്മിറ്റ് ചെയ്യുന്ന ക്രൈംസ് മാത്രമാണ് ഇവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുക. ആൻഡ് ഓൾസോ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ UNSCക്ക് പവർ ഉണ്ട്. ഇവർക്ക് വേണേ കേസസ് റെഫർ ചെയ്യാനുള്ള പവർ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിനുണ്ട്. പിന്നെ സ്റ്റേറ്റ്സിന്റെ ഈ ഓരോ കൺട്രീസിന്റെയും കോപ്പറേഷൻ ഇവർ സീക്ക് ചെയ്യും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഇവർക്കായിട്ട് ഡയറക്റ്റ് അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല. പിന്നെ ഇവർക്ക് ക്രിമിനൽ ട്രയൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും, പ്രിസൺ സെന്റൻസസ് കൊടുക്കാൻ പറ്റും, ഫൈൻസ് അല്ലെങ്കിൽ എന്താണ് കോമ്പൻസേഷൻസ്, വിക്ടിംസിന് കോമ്പൻസേഷൻസ് കൊടുക്കുന്ന രീതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ പറ്റും. പിന്നെ ഈ പറയുന്ന ICC റൂളിംഗ് എന്ന് പറയുന്നത് ഇതിലെ പാർട്ടീസിനല്ലാണ്ട് ബാക്കി എല്ലാ സ്റ്റേറ്റ്സിന്റെ പുറത്തും ബൈൻഡിങ് ആയിട്ടുള്ള റൂളിംഗ് ഒന്നും അല്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് റോം സ്റ്റാറ്റ്യൂട്ട്. ഇന്ത്യ ഇസ് നോട്ട് എ പാർട്ടി ടു റോം സ്റ്റാറ്റ്യൂട്ട്. ഇന്ത്യ ICCയുടെ ഭാഗം അല്ല. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ന്യൂസ്. താങ്ക് യു.